നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളടക്കം ഒലിച്ചു പോയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ പ്രഹരമാണ് നേതാക്കളെയും പ്രവർത്തകരെയുമൊക്കെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളൊഴിഞ്ഞ വീടുകൾ ബോംബുണ്ടാക്കുന്ന ഹബ്ബുകളായി മാറി എന്നിക്കഴിഞ്ഞ ദിവസം സീന എന്ന വീട്ടമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. സീനയ്ക്കെതിരെ ഹാലിളകി അവരുടെ വീട്ടിലേക്ക് പാഞ്ഞു ചെല്ലുന്ന CPM നേതാക്കളെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവരുടെ വിരട്ടലുകളൊന്നും സീനയുടെ അടുക്കൽ ചിലവായില്ല. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ അടപടലം ഇപ്പോൾ BJP ക്യാമ്പിലേക്ക് മറിയുന്നതാണ് പാർട്ടിയെ കൂടുതൽ വിറളി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ ഒരു വീട്ടിൽ യോഗം ചേർന്നപ്പോൾ വീട് വളയുകയാണ് CPM ചെയ്തത്. BJP പ്രവർത്തകൻ്റെ വീട്ടിൽ മണ്ഡലം കമ്മിറ്റി യോഗത്തിനെത്തിയവരെ രാത്രി 100-ലേറെ CPM പ്രവർത്തകരെത്തി വീട് വളഞ്ഞു. അവരെ തടഞ്ഞു വെച്ച് കയ്യേറ്റം ചെയ്തതായാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ വീടിൻ്റെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആയുധങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട് വളഞ്ഞ് BJP പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 6 CPM പ്രവർത്തകരെയും കണ്ടാലറിയാവുന്ന 100 പേരെയും പ്രതി ചേർത്ത് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്നാൽ ആയുധങ്ങൾ കണ്ടെടുത്തതിന് സ്വമേധയാ കേസെടുത്ത പോലീസ് ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വ്യാഴാഴ്ച രാത്രിയാണ് കുണിയനിൽ കുണ്ടത്തിൽ ബാലൻ്റെ വീട്ടിൽ 25ഓളം BJP പ്രവർത്തകർ ഒത്തുചേർന്നത്. എന്നാൽ അവിടെ ആയുധ പരിശീലനം നടക്കുന്നുവെന്നാരോപിച്ച് 100ഓളം CPM പ്രവർത്തകർ പിന്നീട് വീട് വളഞ്ഞു. രാത്രി 8 മണിയോടെ അകത്തുണ്ടായിരുന്നവരെ പോലീസ് എത്തിയാണ് ഒടുവിൽ രക്ഷിച്ചത്. ഇന്നലെ രാവിലെ ബാലൻ്റെ വീട്ടിൽ ചാക്കിൽ കെട്ടിയ ആയുധങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ ഇക്കാര്യം അറിയിച്ചു. 2 ഇരുമ്പ് പൈപ്പുകളും ഓരോ വാളും കത്തിയുമാണ് കണ്ടെത്തിയത്. വീട് വളഞ്ഞ CPM പ്രവർത്തകരാണ് ആയുധങ്ങൾ അവിടെ കൊണ്ടുചെന്നിട്ടത് എന്ന് BJP ആരോപിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് പിണറായി വിജയൻ കാവലിരിക്കുന്ന ഭൂതമാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം K. സുധാകരൻ പറഞ്ഞിരുന്നു. അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിൻ്റെയും ഭരണത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞു നാറുന്നത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയ കാരണങ്ങളിലേക്ക് കടക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണമൊരുക്കാനാണ് തിരുത്തൽ യജ്ഞം നടത്തിയത് എന്ന് സുധാകരൻ ആക്ഷേപിച്ചു. സുധാകരൻ്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന ഇത്തരം കാഴ്ചകൾ. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സംഭവിച്ചത് കേരളത്തിലും CPM പാർട്ടിക്ക് സംഭവിക്കും എന്ന് തോന്നിക്കുമാറാണ് ഇപ്പോൾ CPM പ്രവർത്തകരുടെ പല സ്ഥലങ്ങളിലുമുള്ള ഹാലിളക്കം. ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തുന്ന സൂര്യനെ പോലെ ഉപമിച്ച MV ഗോവിന്ദന് പോലും ഇപ്പോൾ മിണ്ടാട്ടമില്ല. എങ്ങനെ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കാം എന്ന ആലോചനയിലാണ് പാർട്ടി. ഭരണം പൂർണ്ണമായി കുത്തഴിഞ്ഞ നിലയിലാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നത്. പല നേതാക്കളും പിണറായി വിജയനെതിരെ പരസ്യ വിമർശനങ്ങളുമായി കളത്തിലിറങ്ങി. എന്നാൽ അവരുടെ നാവടപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ മറുപുറത്ത് അരങ്ങേറുന്നത്. തികച്ചും അരക്ഷിതമായ അന്തരീക്ഷമാണ് കേരളത്തിൽ എന്ന് തോന്നിപ്പിക്കുമാറ് നിരവധി സംഭവങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സിദ്ധാർത്ഥൻ്റെ കൊലപാതകമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ മർദ്ദനങ്ങളും ബലാത്സംഗങ്ങളുമൊക്കെ പതിവ് കാഴ്ചയാണ്. ഇക്കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി ഒരു പരാതി. വീട്ടിൽ അതിക്രമിച്ച് കടന്ന 3 പേർ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. വളാഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. 3 ദിവസം മുൻപ് രാത്രിയിൽ അവരുടെ വീട്ടിലേക്ക് 3 പേർ അതിക്രമിച്ച് കയറി യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഭരണം കേരളത്തിലില്ല എന്ന് തോന്നിപ്പിക്കുമാറ് എന്തും ചെയ്യാം എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ. പാർട്ടിയുടെ ലോക്കൽ നേതാക്കളുടെ സപ്പോർട്ട് മാത്രം മതി ഏത് മാഫിയകൾക്കും കേരളത്തിൽ വിഹരിക്കാൻ. ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് മറുവശത്ത്. CPMൻ്റെ സംസ്ഥാന സമിതിയിൽ ചില നേതാക്കൾ എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്ന് കൃത്യമായി ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഗോവിന്ദനും ചില നേതാക്കളുമൊക്കെ ഇടപെട്ട് ആ നേതാക്കളുടെ വായടപ്പിച്ചു. മാതൃക കാണിക്കേണ്ടവർ തന്നെ വിവാദങ്ങൾക്ക് അവസരമിട്ടുവെന്നാണ് സംസ്ഥാന സമിതി പറഞ്ഞത്. ഒപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് കൂടുതൽ നേതാക്കൾ എടുത്തു പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉത്തരമില്ലാതെ മൗനിയായിരുന്ന കാഴ്ച.
SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉയർന്നിരുന്നു. SFI കേരളത്തിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിൽ. സംഘർഷവും കൊലപാതകവുമില്ലെങ്കിൽ പാർട്ടിക്കാരുടെ ആത്മവീര്യം നിലനിർത്താനാകില്ല എന്ന് ഒരുപക്ഷെ CPM തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം BJP പ്രവർത്തകരെ അടക്കം വിരട്ടി വീട്ടിലിരുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ CPM പ്രവർത്തകർ നടത്തുന്നതും. കണ്ണൂർ ജില്ല പൂർണ്ണമായി തങ്ങളുടെ കൈവിട്ടു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ CPM പ്രവർത്തകർക്കും നേതാക്കൾക്കുമാണ് ഇത്തരം ഹാലിളക്കങ്ങൾ. എന്നാൽ വരും ദിവസങ്ങളിൽ BJPയെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ വിജയിക്കാനുള്ള ഇടയില്ല. സംഘർഷം സൃഷ്ടിച്ചാൽ മാത്രമേ പാർട്ടിയുടെ തെറ്റുകൾ മൂടിവെച്ച് അണികളെ ഒപ്പം നിർത്താൻ CPMന് മിക്കവാറും കഴിയൂ. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം മൂടിവെക്കാൻ വലിയ തോതിലുള്ള അക്രമങ്ങളും BJPക്ക് നേരെയുള്ള തിരിച്ചടികളുമൊക്കെ സ്വാഭാവികമായി കേരളത്തിലുണ്ടായേക്കാം. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ബോംബ് നിർമ്മാണങ്ങൾ വിരൽ ചൂണ്ടുന്നതും ഇത്തരം കൊലപാതകങ്ങളിലേക്ക് തന്നെ. CPMൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് കണ്ണൂരിനെ വലിയൊരു ബോംബ് നിർമ്മാണ ഫാക്ടറിയാക്കി മാറ്റിയത് എന്ന് വ്യക്തം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയ സീന എന്ന യുവതിയെ എത്രമാത്രം ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും വിരട്ടിയാലും സത്യമല്ലാതാവില്ല. ബോംബുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ കൊലപ്പെടുത്താൻ CPM നേതൃത്വം പാർട്ടി ക്രിമിനലുകൾക്ക് കൊട്ടേഷൻ കൊടുത്ത കാഴ്ച മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു വടകരയെ വേറിട്ട് നിർത്തിയത്. അബദ്ധത്തിൽ സ്ഫോടനങ്ങളുണ്ടായി സ്വന്തം പാർട്ടിക്കാർ തന്നെ മരിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കുകയും ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപം ഒരുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി. കണ്ണൂരിലെ എരിഞ്ഞോളയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവത്തിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയത് ആ പ്രദേശം സന്ദർശിക്കാനെത്തിയ സതീശന് മുന്നിൽ പൊട്ടിത്തെറിച്ച ഒരു യുവതിയുടെ വാക്കുകൾ. ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയ 84-കാരനാണ് സ്റ്റീൽ ബോംബ് പൊട്ടി മരിച്ചത്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. വൃദ്ധൻ മരിച്ച പറമ്പിലെ വീട്ടിൽ 15 വർഷമായി ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നായിരുന്നു സീന എന്ന യുവതി പറഞ്ഞത്. ആളൊഴിഞ്ഞ വീടുകളിലൊക്കെ CPMൻ്റെ ബോംബ് നിർമ്മാണ ഹബ്ബുകളാണെന്നും ഇതേക്കുറിച്ച് പറയുന്നവരുടെ വീടുകൾ CPMകാർ ബോംബെറിഞ്ഞ് തകർക്കുകയാണ് എന്നും സീന പറഞ്ഞു. CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ജനങ്ങൾ എത്രമാത്രം ദുരന്തങ്ങൾ അനുഭവിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു യുവതിയുടെ വാക്കുകൾ. ഭയപ്പെട്ട യുവതിയുടെ അമ്മ യുവതിയോട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സംസാരിക്കരുത് എന്ന് തടയുമ്പോഴും യുവതി ആർജവത്തോടെ സത്യം വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പോയാൽ കുഴിബോംബ് കണ്ടെത്താൻ യന്ത്രം വേണ്ടിവരുമെന്നാണ് യുവതി പറഞ്ഞത്. 15 വർഷം മുൻപ് വാടകയ്ക്ക് നൽകിയ വീട്ടിൽ ബോംബുണ്ട് എന്ന് പറഞ്ഞ് ഭയം കൊണ്ട് വാടകക്കാർ അതിൽ താമസിക്കാതെ പോയ കഥയൊക്കെ യുവതി വിവരിച്ചു. വീടിൻ്റെ മതിൽ കെട്ടുമ്പോൾ അതിനുള്ളിൽ പോലും ബോംബ് വയ്ക്കാറുണ്ടെന്നും സ്വാനുഭവത്തിൽ നിന്ന് ഈ യുവതി പറയുമ്പോൾ കണ്ണൂരിലെ ഭീകരാവസ്ഥ നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. അവിടെയാണ് BJP നേതാക്കൾ യോഗം ചേർന്നപ്പോൾ വീട് വളഞ്ഞ CPM പ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയാൻ. CPMനെ ഭയപ്പെട്ടാണ് ഇതുവരെ ഇത്തരം സത്യങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ ആരും വിളിച്ചു പറയാതിരുന്നത്. എന്നാൽ സഹികെട്ട് ഇപ്പോൾ വീട്ടമ്മമാർ കളത്തിലിറങ്ങുന്നു. പാർട്ടി അടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് മിക്ക പാർട്ടി ഗ്രാമങ്ങളിലും. വലിയ തോതിൽ BJPയിലേക്ക് വോട്ട് ചായ്വ് അതുതന്നെയാണ് CPMനെ ഇത്രമാത്രം വിരളി പിടിപ്പിക്കുന്നതും. ബോംബ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയതാണ് എന്ന ക്യാപ്സ്യൂളുകളായിരുന്നു CPM പുറത്തുവിട്ടത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 CPMകാരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചവർക്ക് സ്മാരകം നിർമ്മിച്ചതും ഈ അടുത്ത കാലത്താണല്ലോ. കേരളത്തിലെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ടി വരും. അതിലപ്പുറം കേരളത്തിൽ ഭീതിയും അരാജകത്വവും സൃഷ്ടിച്ച് വീണ്ടും പാർട്ടി ഗ്രാമങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ എന്ത് ഹീനമാർഗവും പാർട്ടി സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയിലാണ് ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളുമൊക്കെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.